NABHൻ്റെ സ്റ്റാൻഡേർഡ്സ് 100 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്നത്. അതിലൊരെണ്ണം, വെറും ഒരെണ്ണമാണ് മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻസിലെ 7ാമത്തെ സ്റ്റാൻഡേർഡ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ന് നമ്മുടെ ചികിത്സകളിൽ മെജോറിറ്റിയും തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന സംവിധാനമാണ് വളരെ കൂടുതലും ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. പ്രൊസീജിയേഴ്സ് ഇല്ലെന്നല്ല ഉണ്ട്. അപ്പോഴും മെഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അഡ്മിനിസ്ട്രിങ് ഓഫ് മെഡിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7ാമത്തെ സ്റ്റാൻഡേർഡ് MOMൽ പറയുന്നത് മെഡിക്കേഷൻസ് ആർ അഡ്മിനിസ്ട്രേഡ് സേഫ്ലി എന്നാണ്. ഈ ഒരു MOMലെ ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റാൻഡേർഡ് 7ാമത്തെ സ്റ്റാൻഡേർഡാണ്. MOM 7 ആണ്. 11 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ 9 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റും 11 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ 9 കമ്മിറ്റ്മെൻറ്റും 2 കോർ ഒബ്ജക്റ്റീവ് എലമെൻറ്റുമാണ് ഇവിടെ ഉള്ളത്. എന്നുവെച്ചാൽ ഉപേക്ഷിക്കാനൊന്നുമില്ല. എല്ലാം നമ്മൾ നിർബന്ധമായി നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കേണ്ടുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്റ്റാൻഡേർഡിലെ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ വായിക്കുമ്പോൾ കൗതുകം തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഓരോ ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് സ്ട്രെങ്ത് മോണിറ്റർ ചെയ്യണം, റൂട്ട് വെരിഫൈ ചെയ്യണം അടുത്തത്, ടൈമിംഗ് ഓഫ് മെഡിക്കേഷൻ വെരിഫൈ ചെയ്യണം അടുത്ത ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. എന്തുകൊണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നും ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് പറയുന്നത് വെച്ചാൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഈ ഒറ്റ കാര്യങ്ങളും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നതിനൊരു ഡോക്യുമെൻറ്റേഷൻ പ്ലാൻ നമുക്കുണ്ടാകണം. അവരെ ഓരോ മെഡിക്കേഷനും നമ്മൾ അസിസ്റ്റ് ചെയ്യണം. ഇൻസുലിനൊക്കെ വീട്ടിൽ പോയിട്ട് പിന്നീട് അവർ സ്ഥിരം കൊടുക്കേണ്ടി വരുന്നതാണ്. അത് ഇവിടെ വെച്ച് അവർ തന്നെ ചെയ്തോട്ടെ, സെൽഫ് അഡ്മിനിസ്റ്റർ ചെയ്തോട്ടെ. നമ്മളുടെ ഗൈഡൻസ് ഉണ്ടാവണം, റിമൈൻഡ് ചെയ്യണം നമ്മൾ ഓരോ തവണ മുമ്പ്. പുറമേ നിന്ന് അവർ കൊണ്ടുവന്ന മരുന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ലേബലും ഇതെല്ലാം കൃത്യമായിട്ട് വിസിബിൾ ആണോ, ഡാമേജ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് പേഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അവർ കൊണ്ടുവരുന്ന മരുന്ന് അക്സെപ്റ്റ് ചെയ്യാം. വിസിബിൾ ഡാമേജ് ഇല്ല എന്നും മരുന്ന് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും എക്സ്പയറി ഒക്കെ അവിടെ വിസിബിലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്തൊക്കെയാണ് ഇവിടുത്തെ ഈ സേഫ് പ്രാക്ടീസ് ഓഫ് അഡ്മിനിസ്ട്രിങ് ഓഫ് മെഡിസിൻസ്? അത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത് റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം. നിയമപരമായി ഇത് ചെയ്യാൻ റൈറ്റ് ഉള്ള ആളായിരിക്കണം. നേഴ്സുമാർ ഓക്കെ, കണ്ടവരെല്ലാം ചെയ്യരുത്. മെഡിക്കേഷൻ ലേബല് നമ്മൾ കൃത്യമായിട്ടും വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം. പലപ്പോഴും നമുക്ക് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന മരുന്നുകളുണ്ട്. ഒരു മരുന്ന് പ്രിപ്പയർ ചെയ്ത് അടുത്ത മരുന്ന് പ്രിപ്പയർ ചെയ്ത് അടുത്ത മരുന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടല്ല ലേബൽ ചെയ്യേണ്ടത്. ഓരോ മരുന്നും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ലേബൽ ചെയ്യണം. അതൊരു സേഫ് പ്രാക്ടീസാണ്. മറന്നു പോകല്ലേ. ഞങ്ങളെല്ലാം ലേബൽ ചെയ്യുന്നുണ്ട് എന്നതല്ല, ഓരോന്നും പ്രിപ്പയർ ചെയ്താൽ അപ്പം ലേബൽ ചെയ്യണം. എന്നിട്ടാണ് അടുത്ത സെക്കൻഡ് മരുന്ന് എടുക്കേണ്ടതിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പേഷ്യൻറ്റിനെ ഈ മരുന്നിൻ്റെ കാര്യത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. മിനിമം 2 ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻസ് എടുത്ത് നമ്മൾ ഈ മരുന്ന് കൊടുക്കാൻ പോകുന്ന യഥാർത്ഥ പേഷ്യൻറ്റിനാണ് എന്ന് 2 അതിൽ കൂടുതലോ കാര്യങ്ങളായാൽ നല്ലത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നമുക്ക് ഈ പേഷ്യൻറ്റിൻ്റെ മെഡിസിൻസ് ഫിസിക്കലി ആ സമയത്ത് ഓരോ തവണ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴും ഫിസിക്കലി അത് ഉറപ്പുവരുത്തണം. നമ്മൾ കൊടുക്കുന്ന സ്ട്രെങ്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം, റൂട്ട് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം, ആ ടൈമിങ്ങിലാണ് കൊടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ കത്തീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മിസ്കണക്ഷൻസ് നമ്മൾ ക്രോസ് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ചെയ്ത മരുന്നുകൾ ഡോക്യുമെൻ്റ് ചെയ്യണം. അതിനാണല്ലോ ഓൾവേസ് നിങ്ങളുടെ കയ്യിൽ ബെഡ് സൈഡ് അസിസ്റ്റൻറ്റ് പ്രൊഫഷണൽ പ്രോയും തന്നിട്ടുണ്ട് ഗ്രേപ്സിൽ നിന്ന്. ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും സിംപ്ലിഫൈഡ് ടൂളാണ് വേൾഡിൽ. ഐ തിങ്ക് ഇത്തരത്തിലൊരു ടൂൾ ആദ്യമായിട്ട് ഗ്രേപ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഇന്ന് ഒരുപാട് പേര് അതിനെ കോപ്പി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് കോപ്പി ചെയ്തു? അതിൻ്റെ ഈസിനെസ്, ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനുള്ള സുഖകരമായ ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ വെരിഫിക്കേഷനുള്ള പോസിബിലിറ്റി അവിടെ കിട്ടുന്നുണ്ട്. BSA കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ ഈ ഒരു മാനദണ്ഡങ്ങളെല്ലാം അവിടെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ ഉണ്ട്. നിങ്ങൾക്ക് പോയി എടുത്ത് നിങ്ങളുടെ തന്നെ യൂസർ ക്രെഡൻഷ്യൽ ഉപയോഗിച്ചിട്ട് അത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതുപോലെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, മരുന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ സ്ട്രെങ്തും ഡോസും പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക.
പേഷ്യൻ്റ് സ്വയം അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അസിസ്റ്റ് ചെയ്യുക, കൊണ്ടുവന്ന മരുന്നുകൾ ചെക്ക് ചെയ്യുക. 11 ഒബ്ജക്റ്റീവ് എലമെൻറ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. MOM 7 മെഡിക്കേഷൻസ് ആർ അഡ്മിനിസ്റ്റർ സേഫ്ലി.